ഹായ് മക്കളെ, 10th CBSE മാത്സ് ബോർഡ് എക്സാമിനേഷനിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് നിങ്ങളുടെ ഒരു മെയിൻ കൺഫ്യൂഷൻ ആയിരിക്കും. യെസ്, നമ്മളത് ചെക്ക് ചെയ്യാൻ പോകുന്നത് 2026ഉം 2025ഉം ഈ രണ്ട് അക്കാദമിക് ഇയറിലെ മാത്സ് ബോർഡ് എക്സാമിനേഷന്റെ സ്റ്റാൻഡേർഡ് പേപ്പേഴ്സ് ആണ്. അതിന്റെ വെയിറ്റേജ് ആണ്. ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്സിനാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ് നോക്കുക. 2025 എക്സാമിന്റെ മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 2026 ഈ കഴിഞ്ഞ നിങ്ങളെ തൊട്ട് സീനിയേഴ്സിന് കഴിഞ്ഞ എക്സാമിന്റെ മാർക്സ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓരോ സെറ്റിൽ ഓരോ ഇയറിനും ഒരു സെറ്റ് പേപ്പർ മാത്രമേ എടുത്തുള്ളൂ. എല്ലാ സെറ്റും ഒന്നും നോക്കിയിട്ടില്ല. ഒരു സെറ്റ് ഫസ്റ്റ് വരുന്ന സെറ്റിലെ ക്വസ്റ്റ്യൻസ് മാത്രം എടുത്ത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം എടുത്തിട്ടാണ് ഈ ഒരു അനാലിസിസ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നോക്കുക, റിയൽ നമ്പേഴ്സ് ആണ് ഫസ്റ്റ് ചാപ്റ്റർ. 2025 റിയൽ നമ്പേഴ്സിൽ നിന്ന് 3 MCQസും പിന്നെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. 3 MCQസും ഒരു 3 മാർക്ക് ക്വസ്റ്റ്യനും. ടോട്ടൽ എത്രയായി? 6 മാർക്സ് ആണ് 2025 ചോദിച്ചിട്ടുള്ളത്. 2026 ഒരു MCQ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 6 മാർക്സ് തന്നെ. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് പോളിനോമിയൽസ്. പോളിനോമിയൽസിന് കുറവ് മാർക്കിനെ ചോദിച്ചിട്ടുള്ളൂ. 4 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത്. 2025 ഒരു MCQ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2026 2 MCQസും ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യനും. ടോട്ടൽ 4 മാർക്ക് തന്നെ 2026 ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ്. 2025 ഒരു MCQ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2026 ഒരു MCQ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2025 6 മാർക്കാണ് ടോട്ടൽ. 2026 4 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ചാപ്റ്റർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. 6 മാർക്കാണ് ടോട്ടൽ 2025 ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതിൽ ഒരു MCQ ആണ്, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ 2026 നോക്കുകയാണെങ്കിൽ 5 മാർക്കിന് ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഇത്രയും ഈ 4 ചാപ്റ്റേഴ്സ് സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് വിളിക്കും അല്ലെ. ഫസ്റ്റ് മൊഡ്യൂൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്റർ ആണ്. അതിൽ എന്തായാലും MCQs ഒക്കെ അതിൽ എന്തായാലും ഉണ്ടാവും. MCQs ഒക്കെ റിയൽ നമ്പേഴ്സ് എന്തായാലും ചോദിക്കുന്നതായിരിക്കും. ആൻഡ് അങ്ങനെ നോക്കുകയാണെങ്കിൽ പോളിനോമിയൽസ് പൊതുവേ ഉണ്ടാവുക. MCQs ഉണ്ടാവും. ഒരു 2 മാർക്കിനോ അല്ലെങ്കിൽ 3 മാർക്കിന്റെ ഒക്കെ ക്വസ്റ്റൻസ് ആണ് പൊതുവെ പോളിനോമിയൽസ് അല്ലാതെ ഉണ്ടാവുക. 4 മാർക്കിനൊക്കെ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ക്വസ്റ്റൻസ് ചോദിക്കുന്നത് വളരെ റെയർ ആണ് പോളിനോമിയൽസിൽ നിന്ന് അല്ലെ. അപ്പോൾ ഒരു 4 മാർക്ക് ആ റേഞ്ചിലൊക്കെയാണ് പോളിനോമിയൽസിൽ നിന്ന് എക്സാമിന് ക്വസ്റ്റൻസ് വരാറുള്ളത്. ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണേ. ഇതിനെ പറ്റിയുള്ള എക്സാക്ട് ഒരു അനാലിസിസ് അവസാനം പറയാനുണ്ട്. അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണണം കേട്ടോ. ഓക്കെ, ലിസൺ. ആൻഡ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾസ്. ഇവിടെ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഒരു MCQ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു MCQ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 2026 നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ. 2025 6 മാർക്കാണ്, 2026 4 മാർക്കിനാണ് വന്നിട്ടുള്ളത്. ഇതിൽ ചിലപ്പോൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാം. പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം കേട്ടോ. ഓക്കെ, ആൻഡ് ക്വാഡ്രാറ്റിക് ഇക്വേഷന് അധികവും നോക്കുക 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ 2 കഴിഞ്ഞ കൊല്ലമുണ്ട്. ഈ കൊല്ലവും 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസും പേഴ്സ് ഓഫ് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾസ് നോക്കാം. 5 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യത നല്ല കൂടുതലാണ്. അതേപോലെ റിയൽ നമ്പേഴ്സിന് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട് സ്ഥിരമായിട്ട് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കാം, അരിത്മെറ്റിക് പ്രോഗ്രഷൻ. അരിത്മെറ്റിക് പ്രോഗ്രഷനിൽ 2025 ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ 4 മാർക്കിന്. അരിത്മെറ്റിക് പ്രോഗ്രഷൻസ് MCQs ഒക്കെ നോർമലി പൊതുവെ ചോദിക്കാറുണ്ട്. പക്ഷേ 2025 ആ ഒരു പേപ്പറിൽ 4 മാർക്കിന്റെ ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2026 ഞാൻ പറഞ്ഞല്ലോ MCQs ഉണ്ടാവാറുണ്ട് പറഞ്ഞേ. ഒരു MCQ ഉണ്ട്, ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു കേസ് സ്റ്റഡി ഉണ്ട്. ടോട്ടൽ 7 മാർക്കിന് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മാർക്ക് നോക്കൂ, 2025 4 മാർക്കിന് ചോദിച്ചിട്ടുള്ളൂ ആ ചാപ്റ്ററിന്. എന്നാൽ 2026 7 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ ട്രയാങ്കിൾസിൽ 2025 നോക്കുകയാണെങ്കിൽ 2 MCQ, ഒരു 2 മാർക്കിന് ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്കിന് ക്വസ്റ്റ്യൻ. ടോട്ടൽ 5 × 7 9 മാർക്കിന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 2026 നോക്കുകയാണെങ്കിൽ 2 MCQs വന്നു, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. 5 3 8 10 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ടോട്ടൽ വന്നിട്ടുണ്ട് ട്രയാങ്കിൾസിൽ. നെക്സ്റ്റ് വൺ നോക്കിയേ, കോർഡിനേറ്റ് ജോമെട്രിയിൽ 6 മാർക്കിനാണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. ഒരു MCQ, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ആൻഡ് 2026 2 MCQs, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. ടോട്ടൽ 6 മാർക്ക് തന്നെ. കോർഡിനേറ്റ് ജോമെട്രി എന്ന് ഈ പറഞ്ഞ പോലെ 6 മാർക്കിനൊക്കെയാണ് പൊതുവെ 6 മാർക്ക് 5 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ചില സമയത്ത് 7 മാർക്കിനും വരുന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി. 2 MCQs, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 7 മാർക്സ് ആണ്. ആൻഡ് 2026 നോക്കുകയാണെങ്കിൽ 3 MCQs, ഒരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ടോട്ടൽ 8 മാർക്കിന് വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സം അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി. അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി പൊതുവെ വരാറുള്ളത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അധികവും സ്ഥിരമായിട്ട് കാണാറുള്ളത് 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ചില സമയത്ത് അത് ഉണ്ടാവാറില്ല. ചില സമയത്ത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ വന്ന ഇയർ ഉണ്ട്. ചില സമയത്ത് 5 മാർക്കിന് ക്വസ്റ്റ്യനും ഇല്ല, കേസ് ബേസ്ഡ് ക്വസ്റ്റ്യനും ഇല്ല, 3 മാർക്കിനും 2 മാർക്കിനും പിന്നെ MCQs ഒക്കെ ആയിട്ട് വന്ന സമയമുണ്ട്. പക്ഷേ യൂഷ്വലി 5 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്
അപ്ലിക്കേഷൻ ഓഫ് ട്രിഗ്നോമെട്രി എന്ന് പൊതുവെ വരാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു MCQ, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ 5 മാർക്കിന് വന്നിട്ടുണ്ട്. 2026 മാർക്കാണെങ്കിൽ ഒരു ക്വസ്റ്റൻ ആണ് വന്നിട്ടുള്ളത്. 5 മാർക്കിന് ഒരൊറ്റ ക്വസ്റ്റ്യൻ 5 മാർക്കാണ്. ഓക്കെ, അടുത്ത ചാപ്റ്റർ സർക്കിൾസ് ആണ്. സർക്കിൾസിൽ 3 MCQസും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ടോട്ടൽ 6 മാർക്കിനാണ് 2025 പേപ്പറിൽ വന്നിട്ടുള്ളത്. എന്നാൽ 2026 നോക്കുകയാണെങ്കിൽ ഒരു MCQ, ഒരു 3 മാർക്കിന് ക്വസ്റ്റൻ, ടോട്ടൽ 4 മാർക്കിന് സർക്കിൾസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളൂ. ആൻഡ് നെക്സ്റ്റ് വൺ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ്. ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് ഒക്കെ അധിക മാർക്കിന് അങ്ങനെ വരുന്ന ചാപ്റ്റർ അല്ല. 4 മാർക്കിന് ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ ആണ് 2025 വന്നിട്ടുള്ളത്. 2026 2 MCQ വന്ന് ഒരു 3 മാർക്കിന് ക്വസ്റ്റൻ, ടോട്ടൽ 5 മാർക്കാണ് 2026 വന്നിട്ടുള്ളത്. അടുത്ത സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് 6 മാർക്കിനാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഒരു MCQ, ഒരു 5 മാർക്ക് ക്വസ്റ്റൻ 2025 എന്നാൽ 2026 വന്നപ്പോൾ ഒരു MCQ, ഒരു കേസ് ബേസ്ഡ് ക്വസ്റ്റൻ കൂടെ ടോട്ടൽ 5 മാർക്കിനേ വന്നിട്ടുള്ളൂ. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് വൺ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്സ് നിങ്ങളൊക്കെ വളരെ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷെ അത്യാവശ്യം നല്ല മാർക്കിന് ക്വസ്റ്റൻസ് വരാറുണ്ട്. 6-7 മാർക്കിനൊക്കെയാണ് ക്വസ്റ്റൻസ് വരാറുള്ളത്. നോക്കിയേ, 7 മാർക്കിന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സ്റ്റാറ്റിൽ നിന്ന്. 2 MCQവും ഒരു 5 മാർക്ക് ക്വസ്റ്റനും. സ്റ്റാറ്റിൽ നിന്നൊക്കെ അധികവും MCQs വരാറുണ്ട് കേട്ടോ. ഓക്കെ, ദെൻ 2026 നോക്കുകയാണെങ്കിൽ ഒരു MCQവും ഒരു 5 മാർക്ക് ക്വസ്റ്റനും, ടോട്ടൽ 6 മാർക്കിന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ആണെങ്കിൽ പ്രോബബിലിറ്റിയിൽ 2025 2 MCQവും ഒരു 2 മാർക്ക് ക്വസ്റ്റനും, ടോട്ടൽ 4 മാർക്സിനാണ് വന്നിട്ടുള്ളത്. എന്നാൽ 2026 കഴിഞ്ഞ കൊല്ലം നോക്കുകയാണെങ്കിൽ, ഈ കൊല്ലം നോക്കുകയാണെങ്കിൽ 3 MCQസും ഒരു 2 മാർക്ക് ക്വസ്റ്റനും കൂടെ 5 മാർക്സിന് പ്രോബബിലിറ്റിന്ന് ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ട്രയാങ്കിൾസ്. ട്രയാങ്കിൾസ് നിങ്ങളുണ്ടോ 9 മാർക്ക് 10 മാർക്ക്. ട്രയാങ്കിൾസ് അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റൻസ് വരുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി അത്യാവശ്യം നല്ല രീതിക്ക് ക്വസ്റ്റൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റൻസ് വന്ന് കണ്ടിട്ടുള്ളത് ഈ 2 ചാപ്റ്റേഴ്സാണ്. മെയിനായിട്ട് ഈ 2 ചാപ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റൻസ് വന്ന് കാണാറുള്ളത്. അപ്പോൾ ഈ 2 ചാപ്റ്റേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം. പിന്നെ നോക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷനും അതേപോലെ റിയൽ നമ്പേഴ്സ് നമുക്ക് ഈ കാറ്റഗറി പെടുത്താൻ പറ്റുന്ന, ഇതിന്റെ തൊട്ട് താഴെയൊക്കെ വരുത്താൻ പറ്റിയ ഒരു ചാപ്റ്ററാണ് റിയൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ തന്നെയാണ്. പിന്നെ കോർഡിനേറ്റ് ബാക്കിയൊക്കെ ഏകദേശം ഒരേ ലെവലിൽ തന്നെ ക്വസ്റ്റൻസ് വരുന്നുണ്ട് അല്ലേ. ഏകദേശം ഈ സ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യം ക്വസ്റ്റൻസ് ഉണ്ട്. ആൻഡ് ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഫിക്സഡ് അല്ല, ഇതൊരു ഫിക്സഡ് ഡാറ്റ അല്ല. ഇത് വേറെ സെറ്റ് എടുത്താൽ ചിലപ്പോൾ വേറെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ പൊതുവെ യൂഷ്വലി ട്രയാങ്കിൾസ് ഇൻട്രൊഡക്ഷൻ ടു ട്രിഗ്നോമെട്രി നോക്കാം. ഇങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ക്വസ്റ്റൻസ് അത്യാവശ്യം നല്ല രീതിക്ക് വരാറുണ്ട്. അത് രണ്ടും എന്തായാലും നല്ല ക്വസ്റ്റൻസ് വരുന്ന ഒരു ചാപ്റ്ററാണ്, 2 ചാപ്റ്റേഴ്സ് ആണ് കേട്ടോ. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്സ് അത്യാവശ്യം ക്വസ്റ്റൻസ് വരാറുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, റിയൽ നമ്പേഴ്സ് ഇതൊക്കെ അത്യാവശ്യം ക്വസ്റ്റൻസ് വരാറുണ്ട്. പോളിനോമിയൽസ് ക്വസ്റ്റൻസ് പൊതുവെ കുറവാണ് ഉണ്ടാവാറുള്ളത്. ക്വസ്റ്റൻസിന്റെ കവറേജ് വെയിറ്റേജ് കേട്ടോ. അതേപോലെ ഏരിയാസ് റിലേറ്റഡ് ടു സർക്കിൾസ് അതിന്റെ വെയിറ്റേജ് കുറവാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ പക്ഷേ ഇതൊക്കെ എക്സെപ്ഷൻസ് വന്ന ഇയർ ഉണ്ട്. ഇതിനൊക്കെ ഈ പറഞ്ഞ ഡാറ്റയ്ക്കൊക്കെ എക്സെപ്ഷൻസ് വന്ന ഇയർ ഉണ്ട്. പക്ഷേ യൂഷ്വലി കോമൺ ആയിട്ട് വരുന്ന ഒരു പാറ്റേൺ ആണ്, അല്ലെങ്കിൽ ഒരു ട്രെൻഡാണ്. ട്രെൻഡിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ. സോ ഈ കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ആൻഡ് മോർ ഓവർ ചാപ്റ്റേഴ്സ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ വെയിറ്റേജ് കൂടുതലുള്ള ചാപ്റ്റേഴ്സിന് പ്രയോറിറ്റി കൊടുത്ത് പഠിക്കുക. വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. വെയിറ്റേജ് കുറവുള്ള ചാപ്റ്റേഴ്സ് സ്കിപ്പ് ചെയ്തിരിക്കുക. കാരണം ഞാൻ പറഞ്ഞു എക്സെപ്ഷൻസ് വരുന്നത് ഈ ഇയർ ആണെങ്കിൽ നിങ്ങൾ എഴുതുന്ന എക്സാമിനാണ്, നിങ്ങൾക്ക് കിട്ടുന്ന സെറ്റ് പേപ്പറാണ് വരുന്നതെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ബാക്കി പഠിച്ചൊക്കെ വെറുതെ പോകും. സോ ഒരു ചാപ്റ്റർ പോലും നിങ്ങൾക്ക് ഒഴിച്ചു നിർത്തുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അതിനുള്ള ഓപ്ഷൻ ഇല്ല. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാവരും വെയിറ്റേജ് ചോദിക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ചാപ്റ്റർ സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും ചാപ്റ്റർ ലീസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഏറ്റവും കുറവ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ അതിന് അത്ര കഷ്ടപ്പെടാൻ വയ്യായിട്ടാണെന്ന് എനിക്കറിയാം, കൃത്യമായിട്ട് അറിയാം. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്ന് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എല്ലാ ചാപ്റ്റേഴ്സും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഗംഭീരമായിട്ട് പഠിക്കാം. എല്ലാ ചാപ്റ്റേഴ്സും ഗംഭീരമായിട്ട് പഠിക്കാം. അതിന് നിങ്ങൾ ആദ്യം വെയിറ്റേജ് കൂടുതൽ പഠിച്ചു പോവുക എന്ന് മാത്രം. ആദ്യം നിങ്ങൾ വെയിറ്റേജ് കൂടുതൽ പഠിച്ചു പോവുക, അതിനുശേഷം ബാക്കിയുള്ളതും അതേ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. ഓക്കെ, സോ കൃത്യമായിട്ട് പഠിച്ചോളാം മക്കളെ. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു വെയിറ്റേജിന്റെ വീഡിയോ നിങ്ങൾ കുറേ കാലം ചെയ്യാൻ പറഞ്ഞു, അതുകൊണ്ട് ചെയ്ത വീഡിയോ ആണ്. സോ അസ്ത്ര ബാച്ചിൽ ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ അസ്ത്ര ബാച്ചിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. നമ്മൾ ക്ലാസ് 10 CBSE പഠിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ക്ലാസ് ആയിക്കോട്ടെ, സ്റ്റഡി മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അത്രമേൽ എഫേർട്ട് ഇട്ടിട്ടാണ് അസ്ത്ര ബാച്ചിൽ ഓരോ കാര്യങ്ങളും ഓരോ ടീച്ചേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങൾ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചു നോക്കിയാൽ മതി, അവർ പറഞ്ഞുതരും എന്താണ് അസ്ത്ര ബാച്ച്, സൈലത്തിൻ്റെ അസ്ത്ര ബാച്ച് എന്താണെന്ന്. സോ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഏതെങ്കിലും മക്കൾ ബാക്കിയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഈ അക്കാദമിക് ഇയർ പഠിച്ച് ക്ലാസ് 10 CBSE ബോർഡ് എക്സാമിനേഷന് ഏറ്റവും മികച്ച മാർക്ക് നേടിയെടുക്കാം. ഓൾ ദി ബെസ്റ്റ്.